നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ബെസ്റ്റ് കണ്ടക്ടറിൽ നിന്നും ഇന്ന് ഇന്ത്യൻ സിനിമയിലെ തന്നെ സൂപ്പർ സ്റ്റാറായി മാറിയ നടനാണ് രജനീകാന്ത്. പല പ്രമുഖ അഭിനേതാക്കളും അടക്കി വാണിരുന്ന തമിഴ് സിനിമാ മേഖലയിൽ ഇങ്ങനെ ഒരു സ്ഥാനം നേടിയെടുക്കുക എന്നത് അത്ര എളുപ്പമായ കാര്യമായിരുന്നില്ല. എന്നാൽ തന്നെയും തന്റെ നിശ്ചയദാർഢ്യവും കഴിവും കൊണ്ട് രജനീകാന്ത് എന്ന നടൻ പടുത്തുയർത്തിയത് തമിഴ് സിനിമയിൽ സ്വന്തമായൊരു സാമ്രാജ്യമായിരുന്നു. ഒപ്പം വന്നവരും പിന്നാലെ വന്നവരും ന്യൂ ജനറേഷനും വന്നെങ്കിലും തമിഴകത്തിന് സൂപ്പർ സ്റ്റാർ എന്നാൽ രജനീകാന്ത് തന്നെയായിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലാകുന്നത്. താരകുടുംബത്തെ പറ്റിയുള്ള കഥകളൊക്കെ വളരെ വേഗമാണ് വൈറലായി മാറുന്നത്. കഴിഞ്ഞ 2-3 വർഷമായി രജനീകാന്തിന്റെ മകളും സംവിധായകയുമായ ഐശ്വര്യ രജനീകാന്തിനെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളാണ് ചർച്ചയാവാറുള്ളത്. തെന്നിന്ത്യൻ നടനായ ധനുഷായിരുന്നു ഐശ്വര്യയുടെ ഭർത്താവ്. എന്നാൽ ഇരുവരും വിവാഹമോചിതരാവുകയാണെന്ന് പ്രഖ്യാപിച്ചതോടെ ആരാധകരും ഞെട്ടി. 2022 ജനുവരിയിലാണ് ധനുഷും ഐശ്വര്യയും വേർപിരിയുകയാണെന്ന് പുറം ലോകത്തോട് പറഞ്ഞത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാൽ അടുത്തിടെ ഇരുവരും കുടുംബ കോടതിയിൽ വിവാഹമോചന ഹർജി സമർപ്പിച്ചിരിക്കുകയാണ്. 2004 നടന്ന വിവാഹം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് താരങ്ങൾ കോടതിയിൽ എത്തിയെന്നാണ് പ്രചരിക്കുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഈ സാഹചര്യത്തിൽ നടൻ രജനീകാന്ത് മരുമകനെ കാണുകയും ധനുഷിനെ വിളിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരിക്കുകയാണ്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് രജനീകാന്ത് ധനുഷിനെ വീട്ടിലേക്ക് വിളിക്കുകയായിരുന്നു. ശേഷം ധനുഷ് രജനിയുടെ ബോയ്സ് ഗാർഡനിലെ വീട്ടിലേക്ക് പോവുകയും ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. മാത്രമല്ല, മക്കൾക്ക് വേണ്ടി ഐശ്വര്യയും ധനുഷും ഒരുമിച്ച് ജീവിക്കാമോ എന്ന് ധനുഷിനോട് രജനീകാന്ത് ആവശ്യപ്പെട്ടതായാണ് വിവരം. എന്നാൽ തനിക്ക് വിവാഹമോചനം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഐശ്വര്യ. അവരിത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. രജനീകാന്ത് മാത്രമല്ല, അതുപോലെ ധനുഷിന്റെ കുടുംബവും ഇരുവരെയും ഒരുമിച്ച് നിർത്താൻ ശ്രമങ്ങൾ നടത്തിയിരുന്നു. അവയൊന്നും ഫലം കണ്ടില്ല. ഇതോടെയാണ് ഇരുവരും കുടുംബ കോടതിയിൽ വിവാഹമോചനത്തിനുള്ള അപേക്ഷ നൽകിയത്. കഴിഞ്ഞ 2 വർഷത്തോളമായി ധനുഷും ഐശ്വര്യയും വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നു. മാത്രമല്ല, നിയമപരമായി താരങ്ങൾ ബന്ധം വേർപ്പെടുത്താത്തതിനാൽ മുന്നോട്ട് ഒരുമിച്ച് പോകാൻ സാധ്യതയുള്ളതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഒരുമിച്ചൊരു ജീവിതം ഇനി ഉണ്ടാവില്ലെന്ന നിലപാടിലേക്ക് ഇരുവരും എത്തിയിരിക്കുകയാണ്. എന്തായാലും വേർപിരിയുന്നതിന് മുന്നോടിയായിട്ടുള്ള കൗൺസിലിങ്ങിനുള്ള 6 മാസത്തെ സമയം ഇരുവർക്കും നൽകിയിരിക്കുകയാണ്. ഇനി ഒക്ടോബറിലായിരിക്കും താരങ്ങൾക്ക് കോടതിയിൽ വാദം കേൾക്കാനുള്ള ദിവസം. അന്ന് ഇരുവരും കോടതിയിൽ എത്താനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. പ്രണയിച്ച് വിവാഹിതരായവരാണ് ധനുഷും ഐശ്വര്യയും. 2004 ഇരുവരുടെയും വിവാഹം നടന്നത്. ഈ ബന്ധത്തിൽ യാത്ര, ലിംഗ എന്നിങ്ങനെ 2 ആൺമക്കളും ജനിച്ചു. 18 വർഷത്തോളം നീണ്ട ബന്ധമാണ് താരങ്ങൾ അവസാനിപ്പിച്ചത്. വേർപിരിഞ്ഞാലും മറ്റൊരു ദാമ്പത്യ ജീവിതത്തിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തതിനാൽ ബന്ധം നിയമപരമായി വേർപിരിയുന്നില്ല എന്നായിരുന്നു അന്ന് പറഞ്ഞത്. 2 വർഷത്തിനിപ്പുറം ആ തീരുമാനം മാറ്റിയിരിക്കുകയാണ് ഇരുവരും. വളരെ സന്തോഷത്തിൽ കഴിഞ്ഞ ധനുഷിനും ഐശ്വര്യയ്ക്കും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നടൻ ആ താരപുത്രിക്കൊപ്പം അഭിനയിച്ച ശേഷമാണെന്നാണ് ഫിലിം ജേർണലിസ്റ്റ് സബിത ജോസഫ് പറഞ്ഞിരുന്നത്. ധനുഷിനെ ഐശ്വര്യയ്ക്ക് സംശയമായി. ഞാൻ സംവിധാനം ചെയ്ത സിനിമയിൽ ഇങ്ങനെ നടന്നെങ്കിൽ മറ്റ് സിനിമകളിൽ എന്തായിരിക്കുമെന്ന് ഐശ്വര്യ ചിന്തിച്ചെന്നും സബിത ജോസഫ് വാദിച്ചു. ഐശ്വര്യ രജനീകാന്ത് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ധനുഷ് തന്നെയായിരുന്നു നായകനായി അഭിനയിച്ചത്. ശ്രുതി ഹാസൻ നായികയായ 3 എന്ന ചിത്രം തെന്നിന്ത്യയിൽ തരംഗമായിരുന്നു. സംഗീത സംവിധായകൻ അനിരുദ്ധ് രവിചന്ദ്രന്റെയും തുടക്കം അവിടെ നിന്നായിരുന്നു. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.